मेरे प्यारे बच्चों सलाम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് വളരെ പ്രധാനപ്പെട്ട ആ ഭൂതകാലങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്ത് രണ്ട് പൂർണ്ണകാലങ്ങൾ നമ്മൾ പഠിച്ചു ഇനി മൂന്നാമതായിട്ടുള്ള പൂർണ്ണകാലമാണ് ഈ വീഡിയോയിലൂടെ മാഷ് ഡിസ്കസ് ചെയ്യുന്നത് യെസ് എന്താണ് ആ ഭൂതകാലം യെസ് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം പൂർണ്ണഭൂതകാലം അല്ലേ പൂർണ്ണഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണഭൂതകാലം എന്താണ് പൂർണ്ണഭൂതകാലം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എന്താണ് ഭൂതകാലത്തിൽ പൂർണ്ണമായി കഴിഞ്ഞു പോയതും അതായത് ഭൂതകാലത്തിൽ തന്നെ അത് മുഴുവനായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞു പോയി വളരെ പഴക്കം ചെന്നതുമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ പൂർണ്ണഭൂതകാലം ഉപയോഗിക്കുന്നു വളരെ മുൻപ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് പൂർണ്ണഭൂതകാലം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാം സാമാന്യ ഭൂതകാല വാക്യത്തിന്റെ അവസാനത്തിൽ കർത്താവിനനുസരിച്ച് ധ ദേ ധി ധി എന്നിവ ചേർത്ത് കൊടുത്താൽ പൂർണ്ണഭൂതകാല രൂപം ലഭിക്കും അപ്പോൾ മക്കളെ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം ഒരിക്കൽ കൂടി വായിക്കാം ഭൂതകാലത്തിൽ പൂർണ്ണമായി കഴിഞ്ഞു പോയതും വളരെ പഴക്കം ചെന്നതുമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ പൂർണ്ണഭൂതകാലം ഉപയോഗിക്കുന്നു അത് നമുക്ക് മനസ്സിലായി ഇനി സാമാന്യ ഭൂതകാല വാക്യത്തിന്റെ അവസാനത്തിൽ കർത്താവിനനുസരിച്ച് ധ ധേ ധി ധി എന്നിവ ചേർത്ത് കൊടുത്താൽ പൂർണ്ണഭൂതകാല രൂപം ലഭിക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വന്നു ഇനി നമുക്ക് ഈ ഉദാഹരണങ്ങൾ ഓരോന്നായിട്ട് നോക്കാം മേം ബോലാധ കണ്ടോ അതെന്തായി മേം ബോലി ധി എന്നാകുന്നു ഹം ബോലെ ധേ ഹം ബോലി ധി എന്നാകുന്നു അല്ലേ വഹ് ബോലാധ അത് യഹ് ബോലി ധി എന്നാകുന്നു വേ ബോലെ ധേ വേ ബോലി ധി എന്നാകുന്നു ലഡ്കെ ബോലെ ധേ ലഡ്കിയാം ബോലി ധി അല്ലേ അപ്പൊ ഈ ഉദാഹരണങ്ങൾ എൻ്റെ മക്കളുടെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവരണം മേം ബോലാധ അല്ലേ അത് ഹം ബോലെ ധേ വഹ് ബോലാധ വേ ബോലെ ധേ ലഡ്കെ ബോലെ ധേ അല്ലേ മേം ബോലി ധി ഹം ബോലി ധി യഹ് ബോലി ധി വേ ബോലി ധി അതേപോലെ ലഡ്കിയാം ബോലി ധി ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ജയ്സെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഭൂതകാലം എന്താണെന്നുള്ളത് ഒന്നും കൂടി സിമ്പിളായിട്ട് തന്നെ മക്കൾ മനസ്സിലാക്കിക്കോ ഭൂതകാലത്തിൽ പൂർണ്ണമായി കഴിഞ്ഞു പോയതും വളരെ പഴക്കം ചെന്നതുമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാനാണ് പൂർണ്ണഭൂതകാലം ഉപയോഗിക്കുന്നത് എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഓക്കെ അല്ലേ അപ്പോൾ പൂർണ്ണഭൂതകാലം എന്താണ് അതിൻ്റെ ഉദാഹരണം എന്താണ് എന്നുള്ളത് എൻ്റെ മക്കളുടെ മൈൻഡിൽ വന്നില്ലേ യെസ് അപ്പോൾ ഇപ്പോൾ നമ്മളും ഈ ഒരു ഭൂതകാലം കൂടി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ 3 ഭൂതകാലങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആദ്യമായിട്ട് നമ്മൾ ഏതെല്ലാം ഭൂതകാലങ്ങളാണ് പഠിച്ചത് യെസ് ആസന്ന ഭൂതകാൽ അതേപോലെ പൂർണ്ണഭൂതകാൽ പിന്നെ ഒരു ഭൂതകാലം കൂടി നമ്മൾ പഠിച്ചല്ലോ ഏതാണ് ആ ഭൂതകാലം യെസ് പൂർണ്ണഭൂതകാൽ ആസന്ന ഭൂതകാൽ അതേപോലെ സാമാന്യ ഭൂതകാൽ 3 ഭൂതകാലങ്ങൾ പഠിച്ചു സാമാന്യ ഭൂതകാൽ ആസന്ന ഭൂതകാൽ പൂർണ്ണഭൂതകാൽ ഇനിയും നമുക്ക് 3 ഭൂതകാലങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കാം അഗല വീഡിയോ में अनुसार फिर मिलेगा सबका बहुत बहुत शुक्रिया बाय बाय